ഇനി ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ന്യൂമറിക്കലാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ചോദിച്ചത്. ഈ ന്യൂമറിക്കൽ സൈഡ് കൈവയ്ക്കാൻ നമ്മളിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ അറിയേണ്ടത് കുറച്ച് അറ്റോമിക് മാസ് ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അറ്റോമിക് നമ്പർ അല്ല മക്കളെ, അറ്റോമിക് നമ്പർ ഓക്സിജൻ്റെ മീൻസ് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ അറ്റോമിക് മാസും ഈക്വൽ ആയത് എങ്ങനെയോ കോയിൻസിഡൻസ് ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്, ഇത് അറ്റോമിക് മാസ് ആണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. ഈ 4 പ്രധാനമായിട്ട് ഈ 4 അറ്റോമിക് മാസ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ന്യൂമറിക്കൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ 4 മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം നോക്കിയേ. 28 gram of nitrogen is mixed with 12 gram of hydrogen to form ammonia. അമോണിയ ഉണ്ടാക്കാൻ 28 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും ഉപയോഗിച്ചു. ഈ തന്നിട്ടുള്ള റിയാക്ഷനിൽ ഏതാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കിയാലോ, സിമ്പിളാണ്. നോക്കിയേ, അമോണിയയുടെ റിയാക്ഷൻ നമുക്കറിയാം. N2 + 3H2 gives അല്ലേ 2NH3. ഇത് 10ാം ക്ലാസ് തന്നെ നമ്മൾ പഠിച്ച റിയാക്ഷനാണ്. അയ്യോ ഈ റിയാക്ഷൻ എനിക്ക് അറിയില്ലല്ലോ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. അമോണിയയുടെയും വാട്ടറിൻ്റെയെങ്കിലും പഠിച്ചിട്ട് നാളെ പോവാം. അമോണിയയുടെയും വാട്ടറിൻ്റെയും പഠിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ 2 റിയാക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചു. ഇതാണ് പൊതുവേ അമോണിയോ വാട്ടറേ ചോദിക്കുള്ളൂ. ശ്രദ്ധിച്ച് നോക്ക്. ഇനി ഇവിടെ നൈട്രജൻ്റെ അറ്റോമിക് മാസ് നമുക്ക് നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് ഒരു നൈട്രജന് 14 ആണ്. അപ്പോൾ ഇവിടെ 2 നൈട്രജൻ ആയതുകൊണ്ട് 14 × 2 28 ഗ്രാം അല്ലേ? ആണല്ലോ. ഹൈഡ്രജൻ്റെ ഒരു ഹൈഡ്രജന് 1 ആണ്. അങ്ങനത്തെ 3 × 2 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 6 ഗ്രാം. അതെങ്ങനെ സാർക്ക് കിട്ടി? ഇതാ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. മൊത്തം 6 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് 6 × 1 6. ഇവിടെ നോക്കിയേ, നൈട്രജൻ്റെ 14 3 ഹൈഡ്രജൻ്റെ 14, നൈട്രജൻ്റെ 14 3 ഹൈഡ്രജൻ്റെ 3, 14 3 17 അല്ലേ? നൈട്രജൻ്റെ 14 + 3 ഹൈഡ്രജൻ്റെ 3 17. ആ 17 × 2 എത്ര കിട്ടും നമുക്ക്? 34 ഗ്രാം ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 28 ഗ്രാം നൈട്രജൻ 6 ഗ്രാം ഹൈഡ്രജൻ്റെ കൂടെ ചേർന്നിട്ട് 34 ഗ്രാം അമോണിയ. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. ഇതാണ് ആക്ച്വൽ വാല്യൂ. ഇനി ഗിവൺ വാല്യൂ നോക്കിയേ. ഗിവൺ വാല്യൂ നോക്ക് നിങ്ങൾ. 28 ഗ്രാം നൈട്രജൻ തന്നിട്ടുണ്ട്, 12 ഗ്രാം ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 28 ഗ്രാം നൈട്രജൻ ആക്ച്വലുമായിട്ട് കറക്റ്റാണ്. പക്ഷേ 6 ഗ്രാം വേണ്ടെടുത്ത് നമുക്ക് എക്സസ് ആയിട്ട് കൂടുതലായിട്ടാണ് ആരെ തന്നിരിക്കുന്നത്? ഹൈഡ്രജനെ തന്നിരിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ടാണ് ശരിക്ക് 28 ഗ്രാം നൈട്രജൻ ആക്ച്വൽ എന്ന് വെച്ചാൽ ആക്ച്വൽ റിയാക്ഷൻ പ്രകാരം നമ്മൾ ചെയ്ത അറ്റോമിക് മാസ് 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് അമോണിയ കിട്ടും. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ 6 ഗ്രാം വേണ്ട, ഇവിടെ 12 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ എക്സസ് ആണ്, ഹൈഡ്രജൻ കൂടുതലാണ്. അപ്പോൾ ഹൈഡ്രജൻ കൂടുമ്പോൾ ഏറ്റവും ഷോർട്ടേജ് ആരാണ്? നൈട്രജൻ. ഹൈഡ്രജൻ കൂടുതലാണ്, അപ്പോൾ കുറവാരാണ്? നൈട്രജൻ. അപ്പോൾ ഇവിടെ ആരാ ലിമിറ്റിംഗ് റിയേജൻറ്റ്? നൈട്രജൻ. സോ ഈ ക്വസ്റ്റ്യനിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് നൈട്രജൻ ആണ്. സെറ്റായോ? എന്നാൽ ഒരു ന്യൂമറിക്കൽ കൂടി നോക്കിയാലോ? റെഡിയല്ലേ? നമുക്ക് നോക്കാം. ഇത് മനസ്സിലായല്ലോ മക്കൾക്ക്? യെസ്. എന്നാൽ ഒരു ന്യൂമറിക്കൽ കൂടി നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നോക്കിയേ. 1.5 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 14.5 ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഫോം വാട്ടർ. വാട്ടറിൻ്റെ റിയാക്ഷൻ എല്ലാവർക്കും അറിയാലോ. എങ്ങനെ റിയാക്ഷൻ പറഞ്ഞോ? യെസ് വാട്ടർ. ഇത് അറിഞ്ഞു വെച്ചോ, എന്തായാലും ഇത് യൂസ് ആവും നമുക്ക്. കാരണം വാട്ടറും അമോണിയം എന്തായാലും അറിഞ്ഞു വെച്ചോ. 2H2 പറഞ്ഞ മക്കളെ? യെസ്, 2H2 + O2 gives 2H2O. ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക്. വാട്ടറിൻ്റെയും അമോണിയയുടെയും റിയാക്ഷൻ പഠിച്ചു വെച്ചേക്ക്. ഇനി നമുക്ക് അറ്റോമിക് മാസ് എഴുതാം. ഇവിടെ 4 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ 4 ഹൈഡ്രജന് 4 ഗ്രാം. 2 ഓക്സിജൻ, ഒരു ഓക്സിജന് 16 ആണ്, 2 ഓക്സിജൻ ആയതുകൊണ്ട് 32 ഗ്രാം. നമ്മൾ തന്നെ എഴുതണം. സ്റ്റാൻഡേർഡ് ആക്ച്വൽ നോക്കിക്കോ. ആക്ച്വൽ ഇത് പോട്ടെ, ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും 2 ഹൈഡ്രജൻ 2, ഇത് 16, 16 2 18, അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 36. ഇരുന്നോട്ടെ, നമ്മൾ നോക്കണ്ട. ഒരു സ്റ്റാൻഡേർഡ് എഴുതി, ആക്ച്വൽ എഴുതി. ഇനി ഗിവൺ തന്നിട്ടുള്ളത് നോക്ക്. 1.5 ഗ്രാം ഹൈഡ്രജൻ, മറ്റേത് 14.5 ഗ്രാം ഓക്സിജൻ. ഇതിലേതാണ് ലിമിറ്റിംഗ് റിയേജൻ വെച്ചിരിക്കുന്നത്? എൻ്റെ പൊന്നു മക്കൾ നോക്ക്. 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ ചേർന്നാൽ മാത്രമേ വാട്ടർ കിട്ടുള്ളൂ. അതായത് 4ൻ്റെ 8 ടൈംസ്, 8 മടങ്ങാണ്. 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം, അതായത് 8 ടൈംസ് ആണ് നമുക്ക് എന്താവശ്യം? ഓക്സിജൻ ആവശ്യം.
അപ്പോൾ ഇവിടെ 1.5യുടെ 8 ടൈംസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. 1.5യുടെ 8 ടൈംസ് 8 5s are 40, 1 8s are 8, 12. അപ്പോൾ കറക്റ്റ് നമുക്ക് 12 ഗ്രാം മതി. ഇവിടെ ശരിക്കും എത്ര മതി? 12 ഗ്രാം മതി നമുക്ക്. ഇതിൻ്റെ 8 മടങ്ങായിരിക്കണം ഓക്സിജൻ. ആക്ച്വൽ വെച്ച് കമ്പയർ ചെയ്യുക. ആക്ച്വൽ റിയാക്ഷൻ എഴുതി, ആക്ച്വൽ അറ്റോമിക് മാസ് എഴുതി കമ്പയർ ചെയ്യുക. 4 ഗ്രാം ഹൈഡ്രജന് ശരിക്ക് 32 ഗ്രാം ഓക്സിജൻ മതി. അപ്പോൾ ഇതിൻ്റെ 8 മടങ്ങ് മതി. പക്ഷേ ഇവിടെ ഇതിൻ്റെ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ 12 ഗ്രാമാണ്. പക്ഷേ ഇവിടെ 14.5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സസ് ആണ്. ഇത് എക്സസ് ആകുമ്പോൾ ഇതെന്താണ്? ലിമിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആരാ ലിമിറ്റിംഗ് റിയേജൻ? ഇത് എക്സസ് ആണ്. ഇത് നമുക്ക് എക്സസ് ആണ്, ഇത് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ആരാ? ഹൈഡ്രജൻ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻ. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? ഹൈഡ്രജൻ ആണ്. സെറ്റല്ലേ? നന്നായിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കേൾക്ക്. അടിപൊളിയായിട്ട് മനസ്സിലാവും ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലം.